Hi friends, welcome to Relax and Watch. അപ്പോൾ നമ്മുടെ കിയ കാരൻസിൻ്റെ വീഡിയോസൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കിയ കാരൻസ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല. പെൻഡ്രൈവിൽ വീഡിയോസ് കാണാം, പക്ഷേ അത് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ യൂട്യൂബോ അല്ലെങ്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈം അങ്ങനെ അതിലുള്ള വീഡിയോസ് ഒന്നും, മെയിനായിട്ട് യൂട്യൂബ് വീഡിയോസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ആക്ച്വലി ഡ്രൈവിങ്ങിൽ കാണാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് എങ്ങനെ വീഡിയോ കാണാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം വേറെ ഒരു അഡീഷണൽ ഡിവൈസ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. 5 പൈസയുടെ ചിലവില്ലാതെ തന്നെ നമുക്കത് ചെയ്യാം. അപ്പം അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AAAD എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പം അത് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം പിന്നീട് ആ AAD ആപ്പിൽ പോയി കഴിഞ്ഞാൽ കാർസ്ട്രീം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ഒരു യൂട്യൂബ് സ്ട്രീം ചെയ്യാനുള്ള ഒരു ആപ്പുണ്ട്, കാർസ്ട്രീം. അതും നമ്മുടെ സെല്ലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ AAAD എന്ന് പറയുന്ന ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണയെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ നമുക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം കാർസ്ട്രീം വൺസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സെല്ലിൽ വീണ്ടും AAD ഇട്ടിട്ട് വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് നോക്കി വ്യക്തമായിട്ട് ചെയ്തോളാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കാറിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതാണ്. ഓക്കെ, ഇതിൽ ഞാനിപ്പം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സംഭവം. ഇപ്പോൾ ആൻഡ്രോയിഡ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് ആദ്യം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. കാർസ്ട്രീം എന്ന് പറഞ്ഞ പേരിലേ ഈ ആപ്പ് ഡിസ്പ്ലേ ആവത്തുള്ളൂ. കാർസ്ട്രീം ഈ യൂട്യൂബിന്റെ സിമ്പിൾ അല്ല, കാർസ്ട്രീം നമ്മുടെ ഒരു ആപ്പാണത്. അപ്പം ആ ആപ്പ് നമ്മളിപ്പം ഇതിനകത്ത് ഓപ്പൺ ചെയ്യണമെന്ന് ആവശ്യമില്ല, ഇപ്പം ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ ഇതിനകത്ത്. ഇനി നമുക്ക് നമ്മുടെ കാറിന്റെ ആൻഡ്രോയിഡ് ഓട്ടോയുമായിട്ട് ഇത് പെയർ ചെയ്യാം. സെല്ലാണ് ഇപ്പം ഈ 2 സെല്ലുണ്ട്. അപ്പോൾ ഇതിലെ ഈ സെല്ലെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആയിക്കോളും. ഞാനിപ്പോൾ അത് കണക്ട് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ അത് കണക്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഹോമിലെ ആൻഡ്രോയിഡ് ഓട്ടോയില് ആപ്പ് എടുത്തു കഴിഞ്ഞാൽ കാർസ്ട്രീം തന്നെ അത് തന്നെ വന്നോളും. ഇപ്പൊ നമ്മുടെ മൊബൈലിലുള്ള ആ കാർസ്ട്രീം ആപ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ മൊബൈലിലുള്ള അതിന്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇപ്പൊ കണ്ടില്ലേ, നമുക്ക് ഇപ്പൊ യൂട്യൂബിന്റെ ഇന്റർഫേസ് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ചാനൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെടുത്ത് കാണുകയോ വീഡിയോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് കാണുകയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെർച്ച് ഓപ്ഷൻ എല്ലാം വരും. പക്ഷേ ഇതിൽ നമ്മൾ റണ്ണിങ്ങിൽ സെർച്ച് ഓപ്ഷൻ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അത് വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചറാണ്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തുകയാണെങ്കിൽ മാത്രമേ സെർച്ച് ഓപ്ഷൻ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് റിലാക്സ് ആൻഡ് വാച്ച് ഇതിൽ ടൈപ്പ് ചെയ്തു, സെർച്ച് കൊടുത്തു. അതെ, ചാനലിലൂടെ വന്നിട്ടുണ്ട്.
നമ്മുടെ വീഡിയോ നമ്മുടെ മൊബൈലിൽ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ ഫോർവേഡ് ബാക്ക്വേഡ് എല്ലാ ഓപ്ഷൻസും നമുക്ക് എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് വരും. കണ്ടില്ലേ, നല്ല ക്ലാരിറ്റിയോടുകൂടി ഫുൾ സ്ക്രീനിൽ തന്നെ നമുക്ക് ഈ വീഡിയോ കാണാൻ കഴിയുന്നതാണ്. അപ്പം അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് AAAD എന്ന് പറയുന്ന ആപ്പ് നമ്മുടെ സെല്ലിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ആപ്പിനുള്ളിൽ പോയിട്ട് ഈ കാർസ്ട്രീം എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് AAD ഇത് വന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. AAD ആപ്പ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ കാർസ്ട്രീം എന്നുള്ള ആപ്പ് മാത്രം മൊബൈലിൽ ഉണ്ടായിരുന്നാൽ മതി. അപ്പം നമ്മൾ ആൻഡ്രോയിഡോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്പുകളുടെയും, അതായത് ഈ സിസ്റ്റം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് ആൻഡ്രോയിഡുമായിട്ട് മാച്ച് ആകുന്ന എല്ലാ ആപ്പുകളും നമുക്ക് ഡിസ്പ്ലേ കാണിക്കും. അതിൽ കാർസ്ട്രീമും വരും. ഇപ്പോൾ നോർമൽ യൂട്യൂബിൻ്റെ ആപ്പ് വന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഡിസ്പ്ലേ ആകില്ല. ഈ കാർസ്ട്രീം എന്ന് പറയുന്ന ആപ്പ് മാത്രമേ ഡിസ്പ്ലേ ആവുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ കാർസ്ട്രീമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് കാണാം. നമ്മുടെ ചാനൽ, നിങ്ങളുടെ ചാനൽ ഏതാണോ അത് വന്നിട്ട് ലോഗിൻ ചെയ്ത് തന്നെ കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഇത് ഡിസ്നി ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈം ഏത് വേണമെങ്കിലും നമുക്ക് കാണാം. അതെങ്ങനെയെന്ന് കാണിക്കാം ഞാനിപ്പോൾ. പിന്നെ വേറെന്താണ്? വേറെ നമുക്ക് ഇതിനകത്ത് റണ്ണിങ്ങിലും, അതായത് ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ഇന്റർഫേസ് ഇവരുടേതായിരിക്കും. അതെ അതെ അതെ. വേറെ അടുത്ത ഇന്റർഫേസ് നമ്മൾ തന്നെ യൂട്യൂബിന്റെ കറക്റ്റ് URL കൊടുത്ത് നമുക്ക് നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുന്ന പ്രീമിയം അക്കൗണ്ട് പോലും വർക്കാവുന്ന രീതിയിൽ മാറ്റാൻ പറ്റും. അതെ. അപ്പം ഇതിനകത്ത് ഡീഫോൾട്ടായിട്ട് അവർ കൊടുത്തേക്കുന്ന യൂട്യൂബിൻ്റെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും. അതല്ലാണ്ട് നമുക്ക് നമ്മുടെ വെബ് അഡ്രസ്സ് കൊടുത്ത് യൂട്യൂബ് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ പ്രീമിയം അക്കൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതേപോലെ അതെ 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 അതേപോലെ ഈ വെബ് അഡ്രസ്സിൽ നമുക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ മറ്റേ നെറ്റ്ഫ്ലിക്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വെബ് അഡ്രസ്സിൽ കൊടുത്ത് ഇതിനകത്ത് ലോഗിൻ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കാണാൻ കഴിയും. അത് നമുക്ക് ആഡ് കറണ്ട് സൈറ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് വേണോ യൂട്യൂബ് ആണ് ഫസ്റ്റ് വരണമെങ്കിൽ അത് നമുക്കിപ്പോൾ കാണിക്കാം. അതേപോലെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ രീതിയിൽ ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഒരു USB കുത്തിയ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി മൂവിങ്ങിൽ കാണാൻ കഴിയില്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി മൂവ് ആകുമ്പോഴും ഈ വീഡിയോ കാണാം. ഡ്രൈവർ അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ വീഡിയോ വന്നിട്ട് എൻജോയ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഡ്രൈവർ അതിൽ ഒരു സേഫ്റ്റി പർപ്പസായിട്ടാണ് കമ്പനി തന്നെ ഈ ഓപ്ഷൻ നമുക്ക് തരാത്തത്. അപ്പം അതുകൊണ്ട് ഡ്രൈവർ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാണ്ട് വണ്ടി ഓടിക്കുക, സൂക്ഷിക്കുക എന്നുള്ള കാര്യം, സൂക്ഷിച്ച് വണ്ടി ഓടിക്കും എന്ന് ഉറപ്പുള്ളത് മാത്രം ഈ പരിപാടിക്ക് പോകാവൂ. ഇപ്പം നമുക്ക് മറ്റേ ഈ ഡിസ്നി ഹോട്ട്സ്റ്റാർ ഒക്കെ എങ്ങനെ വരുന്നെന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഈ സൈഡിൽ ഇപ്പം നമുക്ക് ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ തന്നെ ഒരു URL കാണുന്നത്. ഇതിനകത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ എല്ലാം അവൈലബിൾ ആയിരിക്കും, പക്ഷെ ഒന്നും സൈൻ ഇൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് കാണാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂട്യൂബ് നിങ്ങൾ ഫസ്റ്റ് വരുമ്പം ഈ യൂട്യൂബ് TV, ഇന്റർണൽ സ്റ്റോറേജ്, ഫ്ലെക്സ് TV ഇത് 4 കാണത്തുള്ളൂ. ഇതല്ലാതെ ഇത് ഇപ്പം ആഡ് ചെയ്തതാ പ്രൈം വീഡിയോ, ഡിസ്നി ഹോട്ട്സ്റ്റാർ, യൂട്യൂബ് വന്ന് ഈ യൂട്യൂബ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ TV-യിലും ലാപ്ടോപ്പ്, ഫോൺ എല്ലാത്തിലും കാണുന്ന പോലത്തെ യൂട്യൂബാണ്. ഇവിടെ നമുക്ക് ഇപ്പം സൈൻ ഇൻ ചെയ്തിട്ടില്ല. ഇവിടെ ഈ സൈൻ ഇൻ ബട്ടൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ ഇമെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻ ആയിരിക്കും. ഈ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ കറക്റ്റായിട്ട് ഫസ്റ്റ് കൊടുത്തിരിക്കണം. പിന്നെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് കറണ്ട് സൈറ്റ് കൊടുക്കണം. അപ്പോഴേ നമ്മൾ സൈൻ ഇൻ ചെയ്ത സൈറ്റ് അവിടെ കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് ലോഗ് ഔട്ട് ആയി പോകും. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ വീഡിയോയും നല്ല ക്വാളിറ്റിയിൽ സ്ട്രീം ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ വേറെ പ്രൈം വീഡിയോയുടെ URL ഇട്ട് പ്രൈം വീഡിയോയും സൈൻ ഇൻ ചെയ്യണം. അത് ഈ പറഞ്ഞ ആഡ് കറണ്ട് സൈറ്റ് അതിൽ പോയിട്ട് നമ്മൾ പ്രൈം വീഡിയോയുടെ വെബ് അഡ്രസ്സ് കൊടുത്ത് നമ്മുടെ ലോഗിൻ ID കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം വീഡിയോയും കാണാം. അതേപോലെ നെറ്റ്ഫ്ലിക്സ് വേണമെങ്കിലും കാണാം. എല്ലാം വെബ് അഡ്രസ്സ് കൊടുത്ത് നമ്മൾ ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യണമെന്നുള്ളത് മാത്രം. ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഫോണിൽ ചെയ്യുന്ന ഇത്തിരി കൂടി ഈസി. ഫോണിലാണെങ്കിൽ നമുക്ക് പെട്ടെന്നെല്ലാം ചെയ്യും. ഇതിനകത്താണെങ്കിൽ കുറച്ച് പാടാണ്. അപ്പം അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രൈം എല്ലാ സിനിമയും വരും, എല്ലാം വരും. ഫോണിലെ ആപ്പിലും ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റും.
ഫോണിലൊരു ആപ്പ് ഉണ്ട്, അത് വെച്ചാൽ നമ്മൾ ഇവിടെ സൈൻ ഇൻ ചെയ്യുന്നു. ഓ അത് ശരി, ഓക്കെ ഓക്കെ. നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യണമെന്നില്ല, നമ്മുടെ ഫോണിലെ ആപ്പിൽ തന്നെ ഈ പറഞ്ഞ പോലെ സൈൻ ഇൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം വന്നിട്ട് അതിനകത്ത് ചെയ്യാം. ഫോണിലെ കാർസ്ട്രീം എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഈ പരിപാടികളൊക്കെ തന്നെ ചെയ്യാം. വൺസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൺസ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിക്കടി മാറ്റണമെന്നൊന്നുമില്ല. അതേപോലെ നമ്മുടെ ഫോൺ, അതായത് ഏത് ഫോണിലാണോ ഇത് മൂന്നും ഉള്ളത്, ആ ഫോൺ കണക്ട് ആയാൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിനകത്തുള്ള ഒരു ആപ്പ് അല്ല, നമ്മുടെ ഫോണിൽ നിന്ന് ഒരു സ്ട്രീമിംഗ് ആപ്പായിട്ടാണ് ഇത് യൂസ് ആവുന്നത്. അതേപോലെ പിന്നെ വേറെ അടുത്തത് ഡിസ്നി ഹോട്ട്സ്റ്റാറും നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ ഒരു മൂവി ഇട്ട് നോക്കാം നമുക്ക്. ഫുൾ സ്ക്രീനിൽ ഇടാം. ഇവിടെ ഫുൾ സ്ക്രീൻ ബട്ടൺ ഉണ്ട്, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ വെക്കാം. വേണ്ടില്ല, ഫുൾ സ്ക്രീനിൽ നമുക്കിത് നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ആമസോൺ പ്രൈം ആണെങ്കിലും ശരി, മറ്റേ ഇതാണെങ്കിലും ശരി, എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ആപ്പ് കാണേണ്ടത്. ഈ ആപ്പ് ഇട്ട് നമുക്ക് കാർസ്ട്രീം കാണേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർ ഇതിൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, ബാക്കിയുള്ളവരൊക്കെ കണ്ടോളുക, എൻജോയ് ചെയ്യുക. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. റിലാക്സ് ആൻഡ് വാച്ച്.